ചാലിയാർ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ 17-കാരിയുടെ വസ്ത്രം കണ്ടെത്തി. മുങ്ങൽ വിദഗ്ധർ നടത്തിയ തെരച്ചിലാണ് വസ്ത്രം കിട്ടിയത്. മൃതദേഹം ലഭിക്കുമ്പോൾ മേൽവസ്ത്രം ഇല്ലാത്ത നിലയിലായിരുന്നു. പെൺകുട്ടിയുടെ കുടുംബം നൽകിയ പരാതിയെ തുടർന്നാണ് കരാട്ടെ പരിശീലകൻ സിദ്ദീഖിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. എൻ്റെ അനിയത്തി ഒരു ആത്മഹത്യ ചെയ്യുന്നത് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. ജീവിക്കണമെന്ന് അത്രയ്ക്ക് കൊതി ഉണ്ടായിരുന്ന, ജീവിതത്തെക്കുറിച്ച് അത്രയും വിഷൻ ഉണ്ടായിരുന്ന, വളരെ സ്മാർട്ടായിട്ടുള്ള, അവളുടെ ക്വാർട്ടർലി എക്സാമിന് പോലും ഹയർ സെക്കൻഡറിയിൽ അവരായിരുന്നു ടോപ്പ്. SSLCയിൽ അവൾക്ക് ഫുൾ A+ ആയിരുന്നു. അത്രയേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നും ജീവിക്കണം എന്നും ആഗ്രഹിച്ച ഒരു കുട്ടിയായിരുന്നു അവൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു രീതിയിലും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. 2020 ഡിസംബർ മുതൽ ഇവൾ കരാത്തെ ക്ലാസ്സിന് പോകുന്നുണ്ടായിരുന്നു. കരാത്തെ ക്ലാസ്സിൽ നിന്ന് പല മോശം അനുഭവങ്ങളും അവൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതൊരു മേജർ ഇൻസിഡൻ്റായി നടക്കുന്നത് 2023 സെപ്റ്റംബർ മാസം സാർ ഇവളെ അബ്യൂസ് ചെയ്തു. അതോടെ ഇവളുടെ മാനസികാവസ്ഥ വളരെ മോശമായി. പിന്നീട് ഇവളുടെ പഠനത്തിൽ പോലും ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കുട്ടി വിഷമിച്ചിരുന്നു. ഞങ്ങളിതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവൾ ബ്ലാക്ക് ബെൽറ്റ് വരെ എടുത്ത ഒരാളാണ്. ബ്ലാക്ക് ബെൽറ്റ് എടുത്തതിന് ശേഷമാണ് സാറിൻ്റെ പെരുമാറ്റത്തിൽ കൂടുതൽ വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങിയത്. ക്ലാസ്സിലേക്ക് വരാൻ നിർബന്ധിക്കുന്നു. ക്ലാസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഫിസിക്കൽ ഇൻറ്റിമസി. അത് സാറ് പറയുന്നത് ഇതൊക്കെ കരാത്തയുടെ ഭാഗമാണെന്നാണ്. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, ഈ 17-കാരിയുടെ മരണത്തിൽ ഇപ്പോൾ എന്തെല്ലാം സംശയങ്ങളും ദുരൂഹതകളുമാണ് ഉയരുന്നത്? ഈ കരാട്ടെ അധ്യാപകനെ ഏത് സാഹചര്യത്തിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്? പോലീസിന്റെ അന്വേഷണം ഏതൊക്കെ നിലയിലാണ് ഇപ്പോൾ നടക്കുന്നത്? ഈ സൈഫുദ്ദീൻ, ഈ കുട്ടി മരിച്ച മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇതിൽ വലിയ ദുരൂഹത ആളുകൾ പറഞ്ഞിരുന്നു. ഇതേ തുടർന്നാണ് ഈ സിദ്ദീഖ് എന്ന കരാട്ടെ അധ്യാപകനെ അറസ്റ്റ് ചെയ്യുന്നത്. ഈ കുട്ടിയുടെ കുടുംബം തന്നെ ആരോപിക്കുന്നത് ഈ കുട്ടിയെ പല രീതിയിൽ ശാരീരികമായി ഉപദ്രവിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഈ ഏതാണ്ട് 4 മാസം മുൻപാണ് വലിയ രീതിയിൽ ഈ കുട്ടിക്ക് ശാരീരികമായ പീഡനം ഏൽക്കേണ്ടി വന്നത്. അതിനു മുൻപ് വലിയ തോതിൽ മാനസിക നില ഈ കുട്ടിയുടേത് തെറ്റുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ കുട്ടിയുടെ ഈ ചാലിയാർ പുഴയിൽ മരിച്ച നിലയിൽ ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തുന്നു. ആ സമയത്ത് ഈ കുട്ടിയുടെ മേൽവസ്ത്രം ഉണ്ടായിരുന്നില്ല. ഈ കുട്ടിയുടെ മേൽവസ്ത്രം ഒഴുകി പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ചുരിദാറിന്റെ ടോപ്പാണ് ഇപ്പോൾ ഈ മുങ്ങൽ വിദഗ്ധരെത്തി തിരഞ്ഞപ്പോൾ ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുന്നു. ഇത് ആരെങ്കിലും ഈ വസ്ത്രം ഊരി മാറ്റിയതിനു ശേഷം ഈ പുഴയിലേക്ക് തള്ളിയിട്ടതാണോ എന്നതടക്കമുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണം വാഴക്കാട് പോലീസ് നടത്തുന്നുണ്ട്. സൈഫുദ്ദീൻ. ശരി, സാജിദ് അജ്മലാണ് വിശദാംശങ്ങൾ നൽകിയത്.